ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2.5 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണ വരെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് തിളച്ച് വറ്റിക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി. 2 മിനിറ്റ് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറുകി അത് വറ്റി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2.5 സ്പൂണിന് പകരം 3 സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. 2.5 സ്പൂൺ തന്നെ നല്ല മധുരം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് പാലൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിനി ഇത് ചെറിയ ബോളുകളാക്കി എടുക്കണം. പാല് ശരിക്കും വറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ബോള് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് വഴി മെൽറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ചോക്ലേറ്റ് സിറപ്പിലിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് തണുത്ത് പോകാൻ നിൽക്കരുത്, അപ്പോൾ ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടായി പോകും. അത്യാവശ്യം കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിക്ക് ചോക്ലേറ്റ് ആക്കുക. കട്ടയാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടെ അത് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ബോൾസിനി നമുക്കൊരു 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചോക്ലേറ്റ് ബോൾ റെഡിയാണ്.